സത്യമോ കള്ളമോ? ഇതൊരു സ്പേസ് ഷിപ്പ് ആയിരിക്കുമോ? അതോ സർവ്വസമയം ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നതായിരിക്കും? അതുമല്ല, ഈ അടുത്തിടയ്ക്ക് ചൊവ്വയിലാണെങ്കിൽ ഏലിയൻസിനെ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വ്യാജ വാർത്ത വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഒരു കാര്യം, ലോകത്ത് ഇന്നേ വരെ ജീവിച്ചിരിക്കുന്നവരാരും തന്നെ ഏലിയനെ കാണുകയോ അവരുടെ പേടകമായി നമ്മൾ കരുതുന്ന UFO എന്ന വസ്തുവിനെ ഇന്നേ വരെ ആരും തന്നെ കണ്ടിട്ടില്ല. TI അറ്റ്ലസ് അഥവാ തേർഡ് ഇൻഡസ്ട്രിയൽ അറ്റ്ലസ് എന്താണ് സംഭവം, ഇതിനെങ്ങനെയാണ് ഈ പേര് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് മറ്റൊരു സൗരയൂഥത്തിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഇന്നേ വരെ മനുഷ്യൻ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച ഒബ്ജക്റ്റുകളിൽ നിന്നും ഇതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ഇതിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് അഥവാ CO2 എന്ന വാതകമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സൂര്യനിലേക്ക് അടുക്കും തോറും ഇതിന്റെ പ്രകാശം വർദ്ധിക്കുകയും അതിന്റെ ഉള്ളിൽ നിന്നുമുള്ള വാതകങ്ങൾ ജെറ്റ് രൂപത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. 2025 ജൂലൈ 1 അറ്റ്ലസ് എന്ന നിരീക്ഷണ വസ്തുവിലൂടെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇതിന് തേർഡ് ഇന്റർസ്റ്റെല്ലർ അഥവാ 3I അറ്റ്ലസ് എന്ന പേര് വന്നത്. ഇതിനു മുമ്പും പലപ്പോഴായി 2 തവണ ഇതുപോലെയുള്ള ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റുകൾ നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതൊരിക്കൽ നമ്മുടെ സൗരയൂഥം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ല. കാര്യമറിയാതെ അല്ലെങ്കിൽ റീച്ച് കൂടാനായി ചില ഓൺലൈൻ നവമാധ്യമങ്ങൾ ഇതിൽ നിന്നും വളരെ രഹസ്യമായിട്ടുള്ള സിഗ്നലുകൾ നമ്മുടെ ഭൂമിയിലേക്ക് കിട്ടി, ഇത് ഏലിയൻസ് നമ്മുടെ ഭൂമിയിലുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടും ഇതൊരു തെറ്റായ വാർത്തയാണ്. പിന്നീട് വീണ്ടും ശാസ്ത്രീയപരമായി ഈ കിട്ടിയ സിഗ്നലുകൾ എവിടെ നിന്ന് വന്നു എന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നുമുള്ള റേഡിയോ സിഗ്നലുകൾ തന്നെയാണെന്ന് തെളിയും. 3I അറ്റ്ലസ് ഇതൊരു UFO ആണോ, ഒരു ഏലിയൻ ഷിപ്പ് ആണോ എന്ന് ഇതുവരെ നമ്മുടെ ലോകത്തിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഇന്നേ വരെ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇതിനായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണത്തിലാണ്. പലപ്പോഴായി ലോകത്ത് അങ്ങും ഇങ്ങുമൊക്കെ ചില രാജ്യങ്ങൾ UFO അഥവാ ഏലിയൻസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഇന്നേ വരെ ജീവിച്ചിരിക്കുന്നവരിൽ ആരും തന്നെ ഒരു ഏലിയൻസിനെ അവരുടെ പേടകമായി നമ്മൾ വിശേഷിപ്പിക്കുന്ന UFO കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല.